സർക്കാരിന്റെ ഓണക്കാല ചെലവുകൾ തടസ്സങ്ങളില്ലാതെ നടക്കുമെന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറയുന്നത്. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത നൽകുന്നതിൽ ഉറപ്പ് പാലിക്കുമെന്നും മന്ത്രി 24-നോട്. സംസ്ഥാനത്തിനുള്ള ധനവിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെ കേന്ദ്ര ധനമന്ത്രി കാണുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസം പോലെ തന്നെ സർക്കാർ ഖജനാവിൽ നിന്ന് വൻതുക ചെലവാകുന്ന സമയമാണ് ഓണക്കാലം. ഏകദേശം 15,000 കോടിയോളം രൂപയുടെ ചെലവാണ് ഓണക്കാലത്ത് പ്രതീക്ഷിക്കുന്നത്. ബോണസ്, ഉത്സവബത്ത, ഓണം അഡ്വാൻസ്, ക്ഷേമ പെൻഷൻ എന്നിങ്ങനെ പണച്ചെലവിന് വഴികളേറെ. സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിലും ഓണച്ചെലവുകൾ മുടക്കമില്ലാതെ നടത്തുമെന്നാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ ഉറപ്പ്. ഇപ്പോഴത്തെ ഓണത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും നൽകാനുള്ള കാര്യങ്ങളെല്ലാം നൽകുക എന്നുള്ളത് ഗവൺമെൻറ് അക്കാര്യത്തിൽ അത് പ്രതിജ്ഞാബദ്ധമാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിലായാലും സ്വകാര്യ മേഖലയിലായാലും സാധാരണ തൊഴിലാളികളുടെ ആയാലും ക്ഷേമ പദ്ധതികളൊക്കെ കൃത്യമായി നടപ്പിലാക്കുന്ന കാര്യങ്ങളുണ്ടാകും. നല്ല ബാധ്യതയും ചുമതലയും വരുന്നൊരു സമയം തന്നെയാണ് ഓണം. ഓണം എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു ആഘോഷമാണെങ്കിലും ഈ ധനകാര്യം കൈകാര്യം ചെയ്യുന്നവർക്ക് ഇതെല്ലാം സംഘടിപ്പിച്ചെടുക്കുന്നതിൻ്റെതായ ഉത്തരവാദിത്തമുള്ള സമയം കൂടിയാണ്. സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക നൽകുന്ന കാര്യത്തിൽ ഉറപ്പ് പാലിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. ഇല്ല, DAയുടെ കാര്യത്തിലൊക്കെ നമ്മൾ ഓരോ ഘട്ടത്തിലും കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊന്നും പുറകോട്ട് പോവില്ല. എന്തായാലും പറഞ്ഞതിനേക്കാളും നേരത്തെ ഞങ്ങൾ അഷുർ ചെയ്തതിനേക്കാളും അല്പം അധികമല്ലാതെ പുറകോട്ട് പോവില്ല. സംസ്ഥാനത്തോടുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം തുടരുകയാണെന്നും ധനമന്ത്രി ആരോപിക്കുന്നു. തൊട്ടു മുമ്പത്തെ 5 വർഷം കിട്ടിയതിനേക്കാളും 8,000-9,000 കോടി രൂപ ഒരു വർഷം കുറവാണ്. ആ കുറവും കടമെടുക്കാൻ സമ്മതിക്കാത്തതും മറ്റു കാര്യങ്ങൾ അനുവദിക്കാത്തതും ഒക്കെ കൂടാതെ തന്നെ ഇപ്പോൾ ഈ വർഷവും 16,000 കോടി രൂപ ഈ വർഷം കിട്ടുമെന്ന് പ്രതീക്ഷയെന്ന് പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം കേന്ദ്ര ധനകാര്യമന്ത്രിയോട് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ വീണ്ടും ഞങ്ങൾ റേസ് ചെയ്യാവുന്ന സംസ്ഥാനത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരിടപെടണമെന്ന് അഭ്യർത്ഥിക്കാനുമാണ് പോകുന്നത്. ആർ. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.